ഹായ് ഗൈസ്. ഇപ്പോൾ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ടു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ പെട്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം എല്ലാവരും ഊഹിച്ചു കാണും. അതെ, ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം തന്നെയാണ്. ഇത് ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള പല രാജ്യങ്ങളും ഇതിൽ പെട്ട അവസ്ഥയാണ്. പക്ഷെ ഇന്ത്യ ഇച്ചിരി കൂടെ കൂടുതലായിട്ട് ട്രാപ്പായി എന്ന് മാത്രമാണ് സത്യം. അപ്പോൾ എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം വലുതാകുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് രാജ്യവുമായിട്ടും, അതായത് ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. അതായത് എക്കണോമി പരമായിട്ടും മിലിറ്ററി പരമായിട്ടും അതുപോലെ തന്നെ വെപ്പൺസ് എക്സ്പോർട്ട് പരമായിട്ടും എല്ലാ രീതിയിലും ഈ രണ്ട് രാജ്യവുമായിട്ട് ട്രേഡ് മറ്റു കാര്യത്തിലെല്ലാം തന്നെ നല്ല റിലേഷൻ ഉണ്ട്. അപ്പോൾ യുദ്ധം നടക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ആരുടെ പക്ഷം നിൽക്കും എന്നുള്ളത് ഒന്നാമത്തെ ഒരു $1 മില്യൺ ചോദ്യമാണ്. രണ്ടാമത്തത്, അതായത് ഇസ്രായേൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഈ യുദ്ധം തുടരുകയാണെങ്കിൽ നമ്മൾ, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്നെല്ലാം കുറെ ആൾക്കാർ അതായത് ഈ മിഡിൽ ഈസ്റ്റിൽ പോയി പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം അവസ്ഥ എന്താവും? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉള്ള ഒരു $1 മില്യൺ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരം, അതായത് 100% എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു 75% അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതായത് തൽക്കാലം അറ്റാക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിലും അടുത്ത ഒരാഴ്ച കൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ അടുത്ത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഇസ്രായേലും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനത്തെ പോസിബിലിറ്റിയിലാണ് അറ്റാക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തും അതായത് വലിയൊരു മിസ്റ്റേക്ക് ആണ്, ഞങ്ങൾ ഇതിനെ തിരിച്ചടിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അവരും ഒഫീഷ്യലായി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ളതിൽ ഏകദേശം കാര്യങ്ങളും ഉറപ്പാണ്. അതായത് 75% നമ്മുടെ അസംഷൻ പറഞ്ഞാണ്, 90 മേലെ തന്നെ ഏകദേശം ഇതിൽ പോസിബിലിറ്റി ഉണ്ട്. ഇതിന്റെ മറ്റൊരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് അടുത്ത തിങ്കളാഴ്ചന്റെ ഡേറ്റ് ആണ്, അതായത് October 7. അതായത് ഒരു വർഷം ആകാൻ പോവുകയാണ് ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ October 7 എന്ന് പറയുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഏറ്റവും വേഴ്സ്റ്റ് ആയ ഒരു ഡേ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ October 7 അവർ ഏറ്റവും വലിയ, അതായത് മൊസാദ് എല്ലാം അഡ്വാൻസ് ടെക്നോളജി എന്ന് പറഞ്ഞപ്പോൾ അവർ നാണം കെട്ട ആ ഒരു ദിവസം. ആ ഒരു ദിവസത്തിന് ഈ ഒരു October 7 അവർ കുറേയധികം, അതായത് നെതന്യാഹുവിനെ വലിയ രീതിയിലുള്ള പേരെല്ലാം തന്നെ നഷ്ടപ്പെട്ട നെതന്യാഹുവിനെ ഈ October 7 അവരുടെ നാട്ടുകാരോട് പറയാൻ കുറേയധികം അച്ചീവ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ടും തകർത്തു. രണ്ടാമത്തെ, ഹിസ്ബുള്ളന്റെ പ്രധാനപ്പെട്ട തലവന്മാര് പലരെയും തകർത്തു. അങ്ങനെ അച്ചീവ്മെന്റ്സ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരുന്നു ഇറാൻ വേണമെന്ന് വെച്ച് ഈ ഒരു യുദ്ധത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു October 7 പലരും ഒരു മുന്നിൽ കാണുന്ന ഒരു ഡെഡ് ലൈൻ ആയിട്ട് കരുതുന്നു. അതായത് October 7 ഒന്നെങ്കിൽ ഇറാനെ ശക്തമായി ആക്രമിക്കും. ഇപ്പോൾ IDF തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട്, അതായത് ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു സർപ്രൈസും കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ്, അതായത് ഇറാനെ അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന്. അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഏത് സ്ഥലങ്ങളായിരിക്കും? പ്രധാനമായിട്ടും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന 3 സ്ഥലങ്ങളായിരിക്കും. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, അതായത് അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ. അതായത് അമേരിക്ക അറ്റാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് അമേരിക്കന്റെ, അതായത് അടുത്ത പ്രസിഡന്റ് ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആയി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താ വെച്ചാൽ, അതായത് ഇസ്രായേൽ ന്യൂക്ലിയർ പ്ലാന്റിൽ തന്നെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ കേൾക്കാൻ വഴിയില്ല. കാരണം അമേരിക്ക അതായത് ഹമാസിലോട്ട്, അതായത് ഗാസയിലോട്ട് യുദ്ധം ചെയ്ത് അതായത് ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തരുത് എന്ന് പറഞ്ഞു, അത് ഇസ്രായേൽ ലംഘിച്ചു. അതുപോലെ തന്നെ ലെബനനിലോട്ട് പോകരുത് എന്ന് പറഞ്ഞു, അത് ലംഘിച്ചു. അങ്ങനെ ഇപ്പോൾ അമേരിക്കയും വലിയ രീതിയിൽ, അതായത് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് പോലും ഇസ്രായേൽ കേൾക്കാത്തതുകൊണ്ട് അമേരിക്കയും അതിന്റെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ ഒഫീഷ്യൽ സ്ഥിരീകരണം, അതായത് 2003 അവർ ഈ ന്യൂക്ലിയർ പ്ലാന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്നത് തൽക്കാലമായിട്ട് പോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് 2003 അവർ പോസ് ചെയ്തു എന്ന് പറയുന്നത് തികച്ചും ഒരു കള്ളത്തരമാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം എപ്പോഴും പറയുന്ന ഒരു സ്ഥിരം തട്ടിപ്പാണ് ജിയോ പൊളിറ്റിക്സിൽ. അതായത് ഈ ന്യൂക്ലിയർ പ്രോഗ്രാം ഞങ്ങൾ നടത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറെ സാങ്ഷൻസ് എല്ലാം വരും. പിന്നെ ചെറിയ രാജ്യം, അതായത് ഇറാൻ ഒരുപാട് സാങ്ഷൻസ് ഉള്ള ഒരു രാജ്യമാണ്, അതായത് ഈ അമേരിക്കൻ്റെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ അവരുടെ എക്കണോമി വളരാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരും ഇങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈവൻ അതായത് അവർ ഈ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ അവർ ഒഫീഷ്യലായി പറയുള്ളൂ. രണ്ടാമത്തെ എന്താ വെച്ചാൽ, അതായത് അവരുടെ നാട്ടിലുള്ള മിലിറ്ററി എക്യുപ്മെന്റ്സുകൾ, അതുപോലെ തന്നെ അവർ ഡ്രോൺസിലെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ മിസൈലുകൾ, ഇങ്ങനെയുള്ള ഫാക്ടറികളെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. മൂന്നാമത്തെ എന്തായിരിക്കും എന്ന് വെച്ചാൽ, അതായത് അവിടെയുള്ള ഓയിൽ റിഫൈനറീസ്, അതായത് ഓയിൽ പ്രൊഡക്ഷൻ സ്ഥലങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെയും ലാസ്റ്റത്തെയും അറ്റാക്ക് ചെയ്താലാണ് ഇതിൽ ഒരു രൂക്ഷത ഉള്ളത്. രണ്ടാമത്തേത് നോക്കുകയാണെങ്കിൽ, അതായത് ഈ മിലിറ്ററി ബേസ്, അതെല്ലാം തന്നെ കോമൺ ആയിട്ട് ഒരു യുദ്ധത്തിൽ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഈ ന്യൂക്ലിയർ പ്ലാന്റിൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 80% ഈ ഇസ്രായേലിനെ കൊണ്ട് അത് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ, അതായത് ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഇനിയും നല്ല ശക്തിയോടെ തിരിച്ചടിക്കാൻ ശ്രമിക്കും.
അങ്ങനെ ഈ ഒരു യുദ്ധത്തിലോട്ട് വേറെ പല രാജ്യങ്ങളും ചേരാൻ സാധ്യതകളുണ്ട്. ആ ഒരു യുദ്ധം വളരാനും സാധ്യതയുണ്ട്. ഇനി അവസാനത്തെ ഓയിൽ ഇതാക്കി നോക്കുക. അതായത് ഓയിലിലെ പ്രധാനപ്പെട്ട സ്ഥലമായ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, അതായത് ഇവിടെയാണ് പ്രധാനപ്പെട്ട 90% എക്സ്പോർട്ടിനുള്ള ഓയിലുകളും അവർ ഇവിടെ നിന്നാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം ടാർഗറ്റ് ചെയ്താലും അതായത് ഇറാന്റെ എക്കണോമി തന്നെ ഇല്ലാണ്ടാവും, ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാണ്ടാവും. ഇനി ഇറാന് മറ്റൊരു കാര്യം നേരിടുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് നടത്തി ഇറാന് എന്തെങ്കിലും വലിയ രീതിയിലുള്ള ഡാമേജുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആയിദുൽ ഖൊമേനിയെ എടുത്തു കളഞ്ഞുകൊണ്ട് അത് അവിടെ പുതിയൊരു ഭരണം വരാനും സാധ്യതകളുണ്ട്. കാരണം ഇറാനിലുള്ള ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യൻ മതത്തിലോട്ടെല്ലാം മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ഇസ്രായേലും അമേരിക്കയും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു റിജീം മാറാനും സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ അതായത് ഈ യുദ്ധം ഇപ്പോൾ വളരെയാണ്, അതായത് മിഡിൽ ഈസ്റ്റ് മൊത്തം കത്തുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് ഇതിൽ വലിയൊരു പ്രശ്നം കാത്തിരിക്കുന്നത്. അത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പലരും പറയും അതായത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ എല്ലാം തന്നെ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്, നമ്മൾ റഷ്യ ഉക്രൈൻ വാറിലെല്ലാം ഉള്ള പോലെ തന്നെ ഇത് സോൾവ് ചെയ്യുന്നു. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ അല്ല റഷ്യ, അതുപോലെ തന്നെ ഉക്രൈൻ അല്ല അതായത് ഇറാൻ, രണ്ടിലും വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ റഷ്യയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് റഷ്യയുമായിട്ട് നമ്മൾ ഇച്ചിരി കൂടെ ഡീപ്പ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്, പല തരത്തിലുള്ള അതായത് അക്വിസിഷനും അതുപോലെ തന്നെ പലതരത്തിലുള്ള എഗ്രിമെന്റ് എല്ലാം ഉണ്ട്. പക്ഷെ ഇസ്രായേലുമായിട്ട് അത്ര ബന്ധമില്ലെങ്കിലും അതായത് റഷ്യയുടെ അടുത്ത ഒരു സ്ഥലത്തൊക്കെ ഇസ്രായേലിനെ നമ്മൾ കൊണ്ടു നിർത്തുന്നതാണ്. ഇനി ഇറാനെ വെച്ച് നോക്കുമ്പോഴോ അതായത് ഉക്രൈനുമായിട്ട് നമുക്ക് വലിയ റിലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതായത് ഓഫ് കോഴ്സ് അവിടുന്ന് കുറെ അതായത് എൻജിൻസ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു യുദ്ധത്തിൽ അതായത് ഉക്രൈനുമായിട്ട് നമ്മൾ വലിയ രീതിയിലുള്ള ഡീപ്പർ ടൈസ് ഒന്നും ഇല്ല. പക്ഷെ ഇറാനുമായിട്ട് നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ചബഹാർ പോർട്ട് ആയിക്കോട്ടെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും അതുപോലെ തന്നെ മിലിറ്ററി പരമായിട്ടുള്ള ഓപ്പറേഷനുകളും ഇന്ത്യയും ഇറാനുമായിട്ട് സൈൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ അതായത് ഒന്നുകിൽ റഷ്യ ഉക്രൈൻ വാറിൽ നമുക്ക് നടുക്ക് നിൽക്കാനും പറ്റും, അതുപോലെ തന്നെ ആരും അറിയാത്ത രീതിയിൽ നല്ല റഷ്യനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണോ ഇറാനെ സപ്പോർട്ട് ചെയ്യണോ, അതായത് ഇതുവരെയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് ഹിസ്ബുള്ള, ഹൗത്തി, ഹമാസ്, ഇത് മൂന്നും നോൺ മിലിറ്ററി അതായത് നോൺ സ്റ്റേറ്റ് ആർമീസ് ആണ്. അതായത് ഒരു തീവ്രവാദി സംഘടന പോലെ ലോകത്തുള്ള രാജ്യങ്ങൾ കണക്കിലാക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതുവരെയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ് പ്ലെയർ ആണ്, അതായത് ഇസ്രായേലും ഒരു സ്റ്റേറ്റ് പ്ലെയർ ആണ്, ഇറാനും ഒരു സ്റ്റേറ്റ് പ്ലെയർ ആണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് രണ്ടുപേരും നമുക്ക് സപ്പോർട്ട് ചെയ്യാനല്ല സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യ ഏകദേശം 46% ഓയിൽ ഈ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാൻ അതുപോലെ തന്നെ സൗദി അറേബ്യ ഇങ്ങനെയുള്ള എല്ലാ രാജ്യത്തു നിന്നും കുറച്ച് കുറച്ചായിട്ട് അതിലും 46% ടോട്ടൽ ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യും, അതായത് ഈ യുദ്ധം പടരും തോറും ഈ ഒരു പ്രൈസ് അതായത് ഓയിൽ പ്രൈസ് കുതിച്ചുയരാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ അതായത് ഓയിൽ പ്രൈസ് കൂടി, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം പറ്റ കംപ്ലീറ്റ് ആയി ഡൗൺ ആയി. അതായത് നമ്മുടെയൊക്കെ സ്റ്റോക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഒരു സങ്കടത്തിൽ നോക്കേണ്ട അവസ്ഥയാണ്, കാരണം അത്രമാത്രം ഡൗണിലോട്ടാണ് പോയത്. അങ്ങനെ അതായത് സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകും, അതുപോലെ തന്നെ ഓയിൽ പ്രൈസ് കൂടും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ 70% ഗ്യാസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇതേ വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണ്, അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന്. അപ്പോൾ ഇതിലും അതായത് നല്ല രീതിയിലുള്ള പ്രൈസ് വർധനം ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പ്രൈസ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇൻഫ്ലേഷൻ കൂടാൻ തുടങ്ങും, അതുപോലെ തന്നെ ഉള്ളിലുള്ള പൊളിറ്റിക്കൽ സിനാരിയോ കംപ്ലീറ്റ് ആയിട്ടും പ്രശ്നമാവും. അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. എന്നാൽ ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ടല്ല, അതായത് ഇറാനിന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഗുഡ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പല ഗുഡ്സ് എല്ലാം തന്നെ നമുക്ക് വരുന്നത് അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്ന ഈ ഒരു പാത്തിലൂടെയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് യുദ്ധം തുടരുകയാണെങ്കിൽ ഇവിടെ ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടും ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് അല്ലെങ്കിൽ അവിടെ വരുന്ന കപ്പലുകളെല്ലാം തന്നെ ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന വല്ല മിലിറ്റൻസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഇതിലൂടെ വരുന്ന കപ്പലുകൾ വരാതെയാവും. അതുപോലെ തന്നെ ഈ കപ്പലുകൾക്കെല്ലാം തന്നെ ഇൻഷുറൻസ് പ്രീമിയം വളരെയധികം കൂടാൻ തുടങ്ങും. അതുകൊണ്ട് ഗുഡ്സ് എക്സ്പോർട്ടിൽ അതായത് കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ഈ ഹൗതി അറ്റാക്ക് ചെയ്യുന്നതിലെ നമുക്ക് വലിയ പ്രശ്നമാണ്, നമ്മുടെ എക്സ്പോർട്ടിലെല്ലാം നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നേവി ഒഫീഷ്യലായി പോയിട്ട് അതായത് റെഡ് സീയിലൂടെ നമ്മുടെ കപ്പലുകളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു അറ്റാക്കും കൂടെ ഇവിടെ ഒരു ബ്ലോക്കും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും ആ ഒരു ഡ്യൂട്ടിയും കൂടെ കൂടാൻ സാധ്യതകളുണ്ട്. ഇൻഷുറൻസ് പ്രീമിയം കൂടും. ഇങ്ങനെ എല്ലാത്തിനും പൈസ കൂടാൻ തുടങ്ങും. അടുത്ത പ്രധാന ടോപ്പിക്കിലോട്ട് വരാം. അതായത് മിഡിൽ ഈസ്റ്റ് മൊത്തം ഈ ഒരു യുദ്ധം വ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 9 മില്യൺ ആൾക്കാരാണ്, ഇന്ത്യൻ ആൾക്കാരാണ് ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രം അതായത് അവിടെയും ഇവിടെയും ഉള്ളത്. അതിൽ പ്രധാനമായി പറയുകയാണെങ്കിൽ 3000 പേര് ലെബനൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് മാത്രം ഇന്ത്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ 10,000 പേര് ഇറാനിലും 30,000 പേര് ഇസ്രായേലിലും അങ്ങനെ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് 9 മില്യൺ ആൾക്കാരാണ് ഈ വെസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യൻസ് പണിയെടുക്കുന്നത്.
അപ്പോൾ ഇവരുടെ എല്ലാം സേഫ്റ്റി ഇവരെല്ലാം തന്നെ തിരിച്ച് മടക്കി കൊണ്ടുവരണം. മടക്കി കൊണ്ടുവന്നാൽ മതിയോ? അതായത് ഇവരുടെ എല്ലാം ജോലി അങ്ങനെയുള്ള പലതരത്തിലുള്ള അതായത് ഈ ഫണ്ട് എല്ലാം തന്നെ ഇന്ത്യയിലോട്ട് വരുന്ന അതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായി പോകും. അതുപോലെ തന്നെ ഇവരുടെ പലരെയും അതായത് പലരും തിരിച്ചു വരാൻ തയ്യാറാവില്ല. അപ്പോൾ അവരുടെ പലരുടെയും ജോലി സാധ്യതകൾ ഇല്ലാണ്ടാവും. അങ്ങനെ ഇതും വലിയൊരു ചെക്ക് പോയിന്റ് ആണ്. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ചബഹർ പോർട്ട് തന്നെയാണ്. ഏകദേശം $120 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പോർട്ട് അതായത് നമുക്ക് വേണ്ട രീതിയെല്ലാം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം വരികയാണെങ്കിൽ ഈ ഒരു പോർട്ടിന്റെ ഈ പണികളെല്ലാം തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അതായത് ഈ യുദ്ധം തീരുന്നോടം വരെ എങ്ങാനും പോസ് ചെയ്ത് വെക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ അതുപോലെ തന്നെ UAE സൗദി അറേബ്യയിലൂടെ നമ്മൾ മെഡിറ്ററേനിയൻ സീനെ കണക്ട് ചെയ്യുന്ന ഒരു കൊറിഡോർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് എക്കണോമിക് കൊറിഡോർ എങ്ങനെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ടോ അതേപോലെ തന്നെ. അപ്പോൾ ഈ ഒരു കൊറിഡോറും ഇവിടെ സ്റ്റോപ്പ് ആവും. കാരണം ഇസ്രായേലും ഡയറക്റ്റ് ആയിട്ട് ഈ യുദ്ധത്തിലുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യമെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അതായത് മോഡിയുടെ ഹെഡിൽ ഇപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റർ എല്ലാം തന്നെ എല്ലാം കൂടുകയും അതുപോലെ തന്നെ ഈ കാര്യത്തിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയി അവർ ഡിസ്കസ് ചെയ്ത് ഇന്ത്യ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെഗോസിയേഷൻ ടോണിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. കാരണം ഇന്ത്യക്ക് ആവശ്യമാണ്. ഇത് ഇന്ത്യക്ക് മാത്രമല്ല കേട്ടോ, ഇന്ത്യ, ചൈന അങ്ങനെ പല രാജ്യങ്ങൾക്കും ഇത് വലിയ പ്രശ്നമാണ്. ചൈനയും അത് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് ചൈനയും ഇതിന്റെ പിന്നിൽ നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ നടക്കുന്നുണ്ട് എന്നാണ് ഇന്റർനാഷണൽ മീഡിയസ് എല്ലാം ഒഫീഷ്യലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.